ആദ്യം തന്നെ യേശുവെ നന്ദി, യേശുവെ സ്തുതി, യേശുവെ ആരാധന. എൻ്റെ പേര് പ്രിൻസ് മോൻ ജോസഫ്. ഇതെൻ്റെ മമ്മിയാണ്. മമ്മിയുടെ പേര് ലെനി സോഫിച്ചൻ. ഞങ്ങൾ കോട്ടയം കറുകച്ചാലിൽ നിന്ന് വരുന്നു. ഞാൻ ഇന്ന് ഇവിടെ പറയാൻ പോകുന്ന സാക്ഷി എന്നാന്ന് വെച്ചാൽ, എനിക്ക് UK NHS വർക്ക് വിസ കിട്ടിയതിൻ്റെ ഒരു സാക്ഷ്യമാണ് ഞാൻ പറയുന്നത്. ഞാൻ 2022 UK സ്റ്റുഡൻറ്റ് വിസയിൽ പോകുന്നത്. അങ്ങനെ 2022 സ്റ്റുഡൻറ്റ് വിസയിൽ പോയി അവിടെ കോഴ്സ് സക്സസ്ഫുള്ളി കംപ്ലീറ്റഡായി. അത് കഴിഞ്ഞ് എനിക്കവിടെ ഒരു NHS തന്നെ ആദ്യം ജോലി കിട്ടി. ആ NHS ഞാൻ തുടർന്ന് ജോലി ചെയ്തു. എൻ്റെ വിസ തീരെ ഒരു 6 മാസം ഇരിക്കെ ഞാൻ അവരോട് വിസയുടെ കാര്യം ചോദിച്ചപ്പോൾ അവരെന്നോട് പറഞ്ഞു, പുതിയ നിയമത്തിൻ്റെ ഇത് വെച്ച് നീ സാലറി ക്രൈറ്റീരിയ മീറ്റ് ചെയ്യുന്നില്ല, അതുകൊണ്ട് നിനക്ക് വിസ തരാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ വീട്ടിലോട്ട് വിളിച്ചിട്ട് മമ്മിയോട് പറഞ്ഞു, മമ്മി ഇവരിങ്ങനെയാണ് പറയുന്നത്, എനിക്ക് വിസ തരത്തില്ലെന്നാണ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഞാൻ ഡിസംബറിലേക്ക് തിരിച്ച് കയറി വരേണ്ടി വരും എന്ന് പറഞ്ഞു. അപ്പോൾ പപ്പായും ഉണ്ടായിരുന്നു. പപ്പായനോട് പറഞ്ഞു, എടാ നീ വിശ്വസിച്ച് പ്രാർത്ഥിക്ക്, ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ല, നീ വിശ്വസിച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞാൻ അങ്ങനെ വിശ്വസിച്ച് പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് ഞാൻ ഓരോ ആപ്ലിക്കേഷൻസൊക്കെ വിടാൻ തുടങ്ങി. അങ്ങനെ ഒരു NHS നിന്ന് എനിക്ക് ആദ്യം 2 NHS ഞാൻ ഷോർട്ട് ലിസ്റ്റഡായി. അത് കഴിഞ്ഞ് ഒരു NHS നിന്ന് എന്നെ വിളിച്ചു. ആ NHS ഞാൻ ആപ്ലിക്കേഷൻ എല്ലാം കൊടുത്തു, ഡോക്യുമെൻറ്റ്സ് എല്ലാം ചെയ്തു വന്നപ്പോൾ ഷെയർ കോഡ് കൊടുത്തപ്പോൾ അവരെന്നോട് പറഞ്ഞു, നിൻ്റെ വിസ ജനുവരിയിൽ 3-ാം തീയതി കൊണ്ട് തീരും. അന്ന് വെച്ചാൽ ഡിസംബർ വരെ നിനക്ക് ഇവിടെ നിൽക്കാൻ പറ്റത്തുള്ളല്ലോ, അതുകൊണ്ട് ഞങ്ങൾക്ക് തരാൻ പറ്റത്തില്ല. കാരണം എന്നാന്ന് വെച്ചാൽ ഒന്നെങ്കിൽ നിനക്കൊരു നേഴ്സിംഗ് ബാക്ക്ഗ്രൗണ്ട് വേണം, അല്ലെങ്കിൽ നിനക്ക് 2 ഇയർ NHS എക്സ്പീരിയൻസ് വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അതും മമ്മിയെ വിളിച്ചിട്ട് പറഞ്ഞു, മമ്മി ഇങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ മമ്മി എന്നോട് പറഞ്ഞു, എടാ അഖണ്ഡ ജവമാല റാലി വരുന്നുണ്ട്, ഞാൻ ആ ജവമാല റാലിക്ക് ഇത് സമർപ്പിച്ച് പ്രാർത്ഥിച്ചോളാം, നീ ഒന്നും പേടിക്കേണ്ട, നീ എന്തായാലും വിശ്വസിച്ച് നിൻ്റെ പ്രാർത്ഥന തുടർന്നോളാം പറഞ്ഞു. ഞാൻ എല്ലാ ദിവസവും എൻ്റെ ഷിഫ്റ്റ് കഴിഞ്ഞ് വരുമ്പോൾ ഞാൻ ഒരു വിശുദ്ധ കുർബാനയും മാതാവിനോടുള്ള ഉടമ്പടി പ്രാർത്ഥനയും ഞാൻ വൈകിട്ട് ചൊല്ലാറുണ്ടായിരുന്നു, കൊന്തയും ചൊല്ലി പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കെ എനിക്ക് ലണ്ടനിലെ ഒരു NHS ഞാൻ ഷോർട്ട് ലിസ്റ്റഡായി. ആ NHS അവർ 3 മാസത്തേനാണ് ആ ലിസ്റ്റ് ഇടുക എന്ന് പറഞ്ഞത്. എന്ന് വെച്ചാൽ എനിക്കത് വന്നത് ഒക്ടോബറിലാണ്. അപ്പോൾ ഒക്ടോബർ, നവംബർ, ഡിസംബർ കൊണ്ട് എൻ്റെ വിസ തീരുകയാണ്. ഞാൻ ഇപ്പോൾ നിൽക്കുന്ന NHS എനിക്കറിയാം അവിടുത്തെ പ്രോസസ്സ് വളരെ സ്ലോ ആണ്. ഒരു 5 മാസം എടുത്തിട്ടാണ് ഞാൻ ആ NHS കയറിയത്. അപ്പോൾ ഇവിടെ ആണെങ്കിലും അതുപോലെ പ്രോസസ്സാണെങ്കിൽ എനിക്ക് ഒരിക്കലും അവിടെ കയറാൻ പറ്റത്തില്ലെന്ന് എനിക്കറിയായിരുന്നു. അവരാണെങ്കിൽ 3 മാസം ആ ലിസ്റ്റ് ഇടത്തുള്ളൂ. ഞാൻ ഇത് മമ്മിയോട് പറഞ്ഞു. അപ്പം എനിക്ക് ആദ്യം കിട്ടിയ ആ NHS നിന്ന് അവർ ആപ്ലിക്കേഷൻ എല്ലാം സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയായിരുന്നു. അത് പകുതി വരെ എത്തി നിൽക്കുകയായിരുന്നു. അന്നേരമാണ് അവർ എനിക്ക് വിസ കിട്ടത്തില്ല, കാരണം ഇത് കാരണമാണ് എന്ന് വെച്ചാൽ ജനുവരിയിൽ എൻ്റെ വിസ തീരുമല്ലോ, അതുകൊണ്ട് തരത്തില്ലെന്ന് പറഞ്ഞു. ഞാൻ അന്നേരം മമ്മിയോട് അത് പറഞ്ഞു. മമ്മി എന്തായാലും ഇവിടെ അഖണ്ഡ ജവമാല റാലിക്ക് വന്നപ്പം ഒരു നിയോഗം എഴുതിക്കൊണ്ടാണ് വന്നത്, എൻ്റെ മകനെ ലണ്ടനിലെ NHS തന്നെ കിട്ടണമെന്ന്. പക്ഷേ അവിടുന്ന് എൻ്റെ പ്രോസസ്സ് ഒന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ഞാൻ മമ്മിയോട് പറഞ്ഞു, മമ്മി മറ്റേ NHS അവർ സ്റ്റാർട്ട് ചെയ്ത്, ഇവരാണ് എന്നെ വിളിച്ചിട്ട് പോലുമില്ല. പിന്നെ മമ്മി നിനക്ക് ആ ലണ്ടനിലെ NHS തന്നെ കിട്ടും, നീ എന്തായാലും വിശ്വസിച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞാൻ അതുപോലെ തന്നെ പ്രാർത്ഥനകൾ തുടർന്നു. എന്താണെങ്കിലും അത് കഴിഞ്ഞ് എൻ്റെ കൂട്ടുകാരെല്ലാം എന്നോട് പറഞ്ഞു, എടാ നീ NHS മാത്രം നോക്കാതെ വല്ല കെയർ ഹോമൊക്കെ നോക്ക്, അങ്ങനെയാണെങ്കിൽ നിനക്ക് വിസ കിട്ടുമല്ലോ എന്ന് പറഞ്ഞു. ഞാൻ കെയർ ഹോമിലെല്ലാം ആപ്ലിക്കേഷൻ കൊടുക്കുന്നു. എല്ലാവരും എനിക്ക് ജോലി തരാമെന്ന് പറയുന്നുണ്ട്, പക്ഷേ ആരും എനിക്ക് വിസ തരാമെന്ന് പറയുന്നില്ല. അത് കഴിഞ്ഞ് ഏജൻസികളെ മുട്ടി നോക്കി. അവരൊക്കെ ആണെങ്കിൽ 10-20 ലക്ഷം രൂപയാണ് ചോദിക്കുന്നത്. അതുമാത്രമല്ല അവിടുത്തെ പുതിയ നിയമം വെച്ചിട്ടാണെങ്കിൽ 3 മാസം നമ്മൾ ഒരാ എംപ്ലോയറുടെ അടിയിൽ വർക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് അവിടെ വിസ എടുക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ എനിക്കാണെങ്കിൽ കറക്റ്റ് 3 മാസമേ ഉള്ളൂ. അതാണെങ്കിൽ ഇപ്പോൾ ഒക്ടോബർ മാസം കഴിയുകയും ചെയ്തു. ഇനിയിപ്പം 2 മാസവും കൂടെ ഉള്ളൂ. അപ്പം ഏജൻസിക്കാർ പോലും റെഡി ആകുന്നില്ല. ഒരു ഏജൻസി പറഞ്ഞു, നിൻ്റെ റിസ്കിൽ ഒരു FLR അടിച്ച് വിസയൊന്ന് എക്സ്റ്റെൻഡ് ചെയ്യുവാണെങ്കിൽ ഞങ്ങൾ നോക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ FLR അടിച്ചെടുക്കണമെങ്കിൽ തന്നെ അതിന് ഒരു 5 ലക്ഷം രൂപ ചിലവാണ്. അതല്ലാതെ വിസയ്ക്ക് പിന്നെ ഞാൻ ഒരു 10-15 ലക്ഷം രൂപ കൊടുക്കണം. വീട്ടിൽ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, മമ്മി ഒരു 10-22 ലക്ഷം രൂപയാവും, ഇതിങ്ങനെ വിസ എടുക്കണമെന്ന് ചോദിച്ചപ്പോൾ അവർ പറയണം, ഒന്നാമത് എഡ്യൂക്കേഷൻ ലോൺ അടച്ചങ്ങോട്ട് തീർത്തേ ഉള്ളൂ, ഇനി അടുത്ത പിന്നെയും കടമെടുത്ത് നീ പോകാമെന്ന് വെച്ചാൽ അങ്ങനെ വേണമെന്ന് എന്നോട് ചോദിച്ചു. എന്നാലും ഞാനന്ന് തിരിച്ചു വന്നിട്ട് വേറൊന്നും ചെയ്യാനില്ലാത്തതുകൊണ്ട് ഞാൻ എന്തായാലും അന്ന് അതെടുക്കാം. അങ്ങനെ ഞാൻ എൻ്റെ NHS പോയി. ഞാൻ അവരോട് പറഞ്ഞു, ഞാൻ എന്നോട് ഒരു കെയർ ഹോം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ ഞാൻ അവിടെ കയറാൻ പോവുകയാണ്, ഞാൻ എന്തായാലും ഇവിടെ റെസിഗ്നേഷൻ കൊടുക്കുമെന്ന് പറഞ്ഞു. അവർ പറഞ്ഞു, വാക്കാ പറഞ്ഞാൽ പോരാ, ഒഫീഷ്യലി നീ റെസിഗ്നേഷൻ തരണമെന്ന് പറഞ്ഞു. ഞാൻ ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഒഫീഷ്യലി റെസിഗ്നേഷൻ കൊടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ മമ്മിയെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, ഞാൻ നാളെ കൊടുക്കാൻ പോവുകയാണ്. ഞാൻ വൈകിട്ട് പ്രാർത്ഥിച്ചപ്പം ഒരു കുർബാനയും കൊന്തയും ചൊല്ലി മാതാവിനോടുള്ള ഉടമ്പടി പ്രാർത്ഥനയും ചൊല്ലിയിട്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞു, മാതാവേ ഞാൻ എത്ര നാളായിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുക, ഞങ്ങൾ 2019 ഒന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുക, അതിൻ്റെ അകത്തെല്ലാം ഒത്തിരി അനുഗ്രഹങ്ങൾ മാതാവ് തന്നിട്ടുണ്ട്, പക്ഷേ നീ എല്ലാം തരുന്നുണ്ട്, ഒന്നും അനുഭവിക്കും. ഇപ്പോൾ NHS ആണെങ്കിലും
ഷോർട്ട് ലിസ്റ്റഡ് ആകുന്നുണ്ട്, പക്ഷേ ഒരിടത്തുനിന്ന് എനിക്ക് വിസ വരുന്നില്ലല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു, മാതാവേ, നാളെ എൻ്റെ ഈ പ്രാർത്ഥന നീ കേൾക്കുന്നുണ്ടെന്നുള്ളതിന് നാളെ എനിക്കൊരു അടയാളം കാണിച്ചു തരണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ അതുപോലെ കിടന്നു. പിറ്റേ ദിവസം രാവിലെ എണീറ്റു. ലോങ് ഡേ ഷിഫ്റ്റാണ്. അപ്പോൾ ഹാൻഡ് ഓവറിന് കയറുന്നതിന് മുമ്പ് മാനേജർക്ക് പോയി റെസിഗ്നേഷൻ കൊടുത്തിട്ട് കയറാൻ വേണ്ടിയാണ് ഞാൻ നിൽക്കുന്നത്. ഞാൻ മമ്മിയെ വിളിച്ചുകൊണ്ട് ഞാൻ പോകുന്നു. ഒരു 6:50 എനിക്കൊരു നോട്ടിഫിക്കേഷൻ വന്നു. ഞാൻ എടുത്ത് നോക്കുമ്പോഴത്തേന് എനിക്ക് ആ ലണ്ടനിലെ NHS എനിക്കൊരു മെയിൽ വന്ന് കിടക്കുവാണ്. നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഞങ്ങൾ കണ്ടു, ഞങ്ങളുടെ NHS എടുക്കാം, അടുത്ത 1-2 ദിവസത്തിനാവും ഞങ്ങൾ നിങ്ങൾക്ക് ഓഫർ ലെറ്റർ ഇട്ട് തരും, ഇപ്പം നിൽക്കുന്ന ജോലിയിൽ നിന്ന് റെസിഗ്നേഷൻ കൊടുക്കരുതെന്ന് പറഞ്ഞാണ് അവിടെ വന്ന് നിന്നത്. അപ്പോൾ എനിക്ക് എന്തായാലും ഉറപ്പായി, ഞാൻ തലേദിവസം പ്രാർത്ഥിച്ചത് എനിക്കൊരു അടയാളം കാണിച്ചു തരാനാണ്. അപ്പോൾ എനിക്ക് ഉറപ്പായി എന്തായാലും അവിടുന്ന് വിസ കിട്ടുമെന്ന്. ഞാൻ മമ്മിയോട് പറഞ്ഞു, മമ്മി പ്രാർത്ഥന മുടക്കേണ്ട, മമ്മി തുടർന്ന് പ്രാർത്ഥിച്ചോ, എനിക്ക് അവിടുന്ന് ഇങ്ങനൊരു ഇത് വന്നിട്ടുണ്ട്, അവർ ഓഫർ ലെറ്റർ അടുത്ത ദിവസം ഇട്ട് തരാമെന്നാണ് പറഞ്ഞെന്ന് പറഞ്ഞു. ഞാൻ ഉടനെ തന്നെ ആ കെയർ ഹോമിൽ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങളെൻ്റെ പ്രോസസ്സ് നിർത്തി വെച്ചോ. അവരെന്നോട് പറഞ്ഞത് നവംബർ അവസാനം വന്ന് ജോയിൻ ചെയ്യണമെന്നാണ്. അപ്പോൾ ഞാൻ അവരോട് വിളിച്ചിട്ട് പറഞ്ഞു, പ്രോസസ്സ് നിർത്തി വെച്ചോളൂ, എനിക്ക് അത്രയും പൈസ ഒന്നും ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല, നിങ്ങൾ പറഞ്ഞ അത്ര. അപ്പോൾ ഇപ്പോൾ ഒരു NHS എനിക്ക് ഓഫർ ലെറ്റർ വന്നിട്ടുണ്ട്, ഞാൻ അവിടെ എന്തായാലും ജോയിൻ ചെയ്യുക, ഇനിയിപ്പോൾ അത് നടന്നില്ലെങ്കിൽ നമുക്ക് ടൈം ഉണ്ടല്ലോ വിസ എക്സ്റ്റെൻഡ് ചെയ്യാൻ, അപ്പോൾ അന്നേരം ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, എന്നാൽ ശരി ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. ഞാൻ എന്നിട്ട് അവിടെ പോയി എന്തായാലും എനിക്ക് അവരാദ്യം കണ്ടീഷൻ ഓഫർ ലെറ്റർ ഇട്ട് തന്നപ്പോൾ അതിൻ്റെ അത് ID ചെക്ക് നടത്താനുണ്ടായിരുന്നു. ആ ID ചെക്ക് നടത്തിയപ്പോഴത്തേന് അവരെനിക്കൊരു ലിങ്കാണ് ഇട്ട് തന്നത്. ആ ലിങ്കിൽ കൂടെ കയറി ചെയ്യാൻ വേണ്ടി നോക്കിയപ്പോഴത്തേന് എനിക്ക് അത് നടക്കുന്നില്ല. കാരണം നമ്മുടെ പാസ്പോർട്ട് എന്ന് പറയുന്നത് ഇന്ത്യൻ പാസ്പോർട്ടിന് NFC ഇല്ല, ബ്രിട്ടീഷ് പാസ്പോർട്ടിനാണ് അതുണ്ട്. ഞാൻ ഫോട്ടോ എടുത്ത് അപ്ലോഡ് ചെയ്തു, പക്ഷേ BRP ആണെങ്കിൽ ഇപ്പോൾ EVC ആക്കി. അപ്പോൾ എനിക്കൊരു രീതിയിലും ഇത് ചെയ്യാൻ പറ്റുന്നില്ല. അവരാണെങ്കിൽ എനിക്ക് എന്നിട്ട് ഞാൻ അവരോട് ചോദിച്ചു, വേറെ എന്തെങ്കിലും വഴി ഇത് ചെയ്യാമെന്ന് ചോദിച്ചപ്പോൾ അവരെന്നോട് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ഫേസ് ടു ഫേസ് ഒരു ഇത് വെക്കാം, നിങ്ങൾ ഡോക്യുമെൻറ്റ്സ് ആയിട്ട് അവിടെ വന്നാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ തിങ്കളാഴ്ച എനിക്കൊരു സ്ലോട്ട് കിട്ടി. ഞാൻ അവിടെ ചെല്ലും. എവിടെയാണെങ്കിലും ഞാൻ പോകുമ്പോൾ ഈ മാതാവിൻ്റെ ലോക്കറ്റും ഉപ്പുമായിട്ടേ പോകത്തുള്ളൂ. അത് ഇൻ്റർവ്യൂവിനാണെങ്കിലും എല്ലാത്തിനും അങ്ങനെ തന്നെയാണ്. അപ്പം ഈ മാതാവിൻ്റെ ലോക്കറ്റും ഞാൻ ഈ കൊന്തയിട്ടു. അവിടെ ചെന്നപ്പോഴാണ് ഇൻ്റർവ്യൂവിന് കയറുമ്പോഴെല്ലാം ഞാൻ ഈ ഉപ്പ് ഇട്ടിട്ടേ പോകത്തുള്ളൂ. അത് ഏതൊക്കെ ഇൻ്റർവ്യൂവിന് ഞാൻ പോയിട്ടുണ്ട്, ആ ഇൻ്റർവ്യൂ എല്ലാം ഞാൻ ക്ലിയർ ആയിട്ടുണ്ട്. അങ്ങനെ ഞാൻ അവിടെ ചെന്നു. ഇവരുടെ ഡോക്യുമെൻറ്റ്സ് എല്ലാം മേടിച്ചിട്ട് പോയി. അപ്പോൾ എന്നെക്കാട്ടിലും മുമ്പേ ഒരു ആഫ്രിക്കക്കാരി ഉണ്ടായിരുന്നു, പുള്ളിക്കാരുടെ ഡോക്യുമെൻറ്റ്സ് മേടിച്ചു. തിരിച്ചു വന്നപ്പോൾ പുള്ളിക്കാരി വിസയുടെ കാര്യം ചോദിച്ചപ്പോൾ പറഞ്ഞു, നിങ്ങൾക്ക് 2027 വരെ വിസ ഉണ്ടല്ലോ, അതുകൊണ്ട് ഞങ്ങൾ വിസ തരത്തില്ലെന്ന് പറഞ്ഞു. എനിക്കാണെങ്കിൽ ഇനി 1.5 മാസം കൂടി ഉള്ളൂ, എൻ്റെ കൗണ്ട് ഡൗൺ തുടങ്ങി. ഞാൻ 50 ദിവസവും 49 ദിവസവും എണ്ണിക്കൊണ്ടിരിക്കുക തിരിച്ചു വരാനുള്ളത്. അപ്പോഴത്തേന് അവരോട് എൻ്റെ ഡോക്യുമെൻറ്റ്സ് എല്ലാം മേടിച്ചിട്ട് പോയി. ഞാൻ തിരിച്ച് വന്നപ്പോൾ അവരോട് ചോദിച്ചു, എൻ്റെ ഡോക്യുമെൻറ്റ്സ് ID ചെക്ക് കഴിഞ്ഞു, ഇനിയിപ്പോൾ പോലീസ് വെരിഫിക്കേഷൻ ഇതൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അവർ പറഞ്ഞു, അതുകൊണ്ട് അപ്പോൾ വിസയുടെ കാര്യം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ എനിക്ക് ഇത്രയും സമയമില്ല. അപ്പോൾ അവരെന്നോട് പറഞ്ഞു, ഞങ്ങളത് കണ്ടായിരുന്നു, നിങ്ങൾക്ക് വിസ വേണമെന്ന്, നിങ്ങൾ എന്തായാലും HR-ഉമായിട്ട് ഫോളോ അപ്പ് നടത്ത്, അന്നേരം അവരതിൻ്റെ ബാക്കി പ്രോസസ്സ് പറഞ്ഞു തരുമെന്ന് പറഞ്ഞു. ഞാൻ HR-ന് മെയിൽ വിടാൻ വേണ്ടി നമ്മുടെ ഒരു കൂട്ടുകാരനെ ബന്ധപ്പെട്ട് അവൻ പറഞ്ഞടാ, ആ കണ്ടീഷൻസൊക്കെ മീറ്റ് ചെയ്തിട്ട് നിനക്കറിയാമല്ലോ, നീ ഒരു NHS വർക്ക് ചെയ്തപ്പോൾ എത്ര നാളെടുത്തെന്ന്. ആദ്യം പോലീസ് വെരിഫിക്കേഷൻ കിടക്കുന്നു, ID ചെക്ക് കിടക്കുന്നു, വാക്സിനേഷൻ കിടക്കുന്നു, റെഫറൻസ് കിടക്കുന്നു, എല്ലാം കിടക്കുമല്ലേ, അതെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് ചെയ്യാമെന്ന് പറയുന്നു. അവിടെ ഒരു സെൻറ്റ് ആൻറ്റണീസ് അപ്ടൺ പാർക്കിലൊരു പള്ളിയുണ്ട്. ഞാൻ ആ പള്ളിയിൽ പോയിരുന്നിട്ട് മാതാവിനോടും അവിടെ മുട്ടിപ്പായിട്ട് നിന്ന് പ്രാർത്ഥിക്കുകയാണ്, ഒരു കൊന്തയൊക്കെ ചൊല്ലി. ഞാൻ നിന്ന് കരയുവാണ്. സത്യം പറഞ്ഞാൽ ഞാൻ മാത്രമുള്ള പള്ളിയിൽ ഞാൻ ഏറ്റവും പുറകിൽ പോയെന്ന് ഞാൻ മുട്ടിപ്പായിട്ട് പ്രാർത്ഥിച്ച് ആ പള്ളിയിൽ നിന്ന് വെളിയിൽ ഇറങ്ങുമ്പോഴത്തേന് മാതാവിൻ്റെ അത്ഭുതമെന്നേ ഞാൻ അത് പറയത്തുള്ളൂ. 5 മാസം എടുത്ത് അവിടെ നടന്ന ആ പ്രോസസ്സ് 5 മണിക്കൂർ എടുത്തില്ല. എനിക്ക് ആ പള്ളിയിൽ നിന്ന് വെളിയിലിറങ്ങി ഞാൻ നെറ്റ് ഓണാക്കി നോക്കുമ്പോഴത്തേന് എനിക്ക് ആ ഹോസ്പിറ്റലിൽ നിന്ന് COS വന്ന് കിടക്കുവാണ്. എൻ്റെ പോലീസ് വെരിഫിക്കേഷൻ കഴിഞ്ഞിട്ടില്ല, വാക്സിനേഷൻ കഴിഞ്ഞിട്ടില്ല, റെഫറൻസ് ചെക്ക് കഴിഞ്ഞിട്ടില്ല, ഒന്നും കഴിഞ്ഞിട്ടില്ല, ജസ്റ്റ് ഒരു ID ചെക്ക് മാത്രം. എനിക്ക് അവിടുന്ന് ആദ്യം അവർ COS വന്നു. ഈ COS വെച്ച് എനിക്ക് വിസയ്ക്ക് അപ്ലൈ ചെയ്യാം. അങ്ങനെ ഞാൻ ആ വീട്ടിൽ വിളിച്ച് പറഞ്ഞു, മമ്മി ഇങ്ങനെ വന്നിട്ടുണ്ട്, ദൈവം നമ്മുടെ പ്രാർത്ഥന കേട്ടു, മാതാവിൻ്റെ അനുഗ്രഹം എന്ന് പറയാം, എനിക്ക് COS വന്നിട്ടുണ്ട്. ഈ COSനാണ് ആ കെയർ ഹോമുകാർ എന്നോട് 20 ലക്ഷം രൂപ ചോദിച്ച സാധനം, അതെനിക്ക് 1 രൂപ പോലും കൊടുക്കാതെ ഇവിടെ വന്ന് കിടക്കുകയെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, നീ വിശ്വസിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഇതാണ്, നീ എന്തായാലും വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ പറഞ്ഞു. ഞാൻ പിറ്റേ ദിവസം വിസയ്ക്ക് വേണ്ടി വെച്ചു. ഞാൻ വെച്ചേക്കുന്നത് വെറും സ്റ്റാൻഡേർഡ് വിസയ്ക്ക് വേണ്ടിയാണ്. 304 പൗണ്ട് കൊടുത്ത് വെറും സ്റ്റാൻഡേർഡ് വിസ. HMRCയുടെ ഇത് വെച്ച് 8 ആഴ്ച എടുത്ത് കിട്ടേണ്ട വിസ എനിക്ക് വെറും 24 മണിക്കൂർ കൊണ്ട് ആ വിസയും കിട്ടി. 6 മണിക്കൂർ കൊണ്ട് എനിക്ക് സർട്ടിഫിക്കറ്റ് ഓഫ് സ്പോൺസർഷിപ്പും കിട്ടി. ഇതാണ് എൻ്റെ സാക്ഷ്യം. ഇനിയും ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് മമ്മിക്ക് കുറച്ച് സാക്ഷ്യങ്ങൾ പറയാനുണ്ട്, ഞാൻ മമ്മിക്ക് കൊടുക്കാം. യേശുവേ നന്ദി, ദൈവമേ സ്വസ്ത്രം. ഞാൻ 2016 ഒക്ടോബർ 26-ാം തീയതിയാണ് ഞാനും മോനും കൂടി ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. ഞാൻ 21-22 വർഷങ്ങളിൽ കൊറോണ കാരണം റാലിക്കൊന്നും വരാൻ പറ്റിയില്ല. അത് കഴിഞ്ഞുള്ള 5 അഖണ്ഡ ജപമാല റാലിയിൽ ഞാൻ പങ്കെടുത്തിരുന്നു. പക്ഷേ ഈ പ്രാവശ്യം കൊച്ചനോട് പറഞ്ഞു, മമ്മി എനിക്ക് വേണ്ടി ഞാൻ ഒറ്റ നിയോഗം കൈപ്പിടിച്ച് എഴുതിക്കൊണ്ടാണ് പോയത്, ലണ്ടനിൽ കൊച്ചിന് ജോലി കിട്ടണമെന്ന്. പക്ഷേ അത് കഴിഞ്ഞ് കൊച്ചിൻ്റെ കാര്യങ്ങളെല്ലാം സാധിച്ചു കിട്ടി. പിന്നെ എനിക്ക് ചെറിയ രോഗം, എൻ്റെ കയ്യെ സോപ്പിൻ്റെ അലർജി ഉണ്ടായിരുന്നു. അത് സോപ്പ് വർഷങ്ങളായിട്ടുള്ളതായിരുന്നു.
അത് ഈ 4ാമത്തെ പുതുക്കലോടുകൂടി എനിക്ക് മാറിക്കിട്ടി. പിന്നെ ചെറുപ്പം തൊട്ട് ബസ്സിൽ കയറുമ്പോൾ ഛർദ്ദിക്കുന്ന രോഗം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ആരും എന്നെ പ്രത്യേകിച്ച് വണ്ടിയിലൊന്നും ദൂരെ കൊണ്ടുപോകുകയില്ല. കാരണം ഇച്ചിരി അങ്ങോട്ട് പോയ ഉടനെ തലയ്ക്കകത്ത് വേദന എടുക്കും. പലയിടത്തും മണങ്ങൾ, അതായത് ഒരിടത്ത് ചെല്ലുമ്പോൾ പെട്രോളിൻ്റെ ആയിരിക്കും, അടുത്ത് ചെല്ലുമ്പോൾ ബേക്കറിയിലായിരിക്കും. അങ്ങനെ മണം അടിച്ചു കഴിയുമ്പോൾ എനിക്ക് പെട്ടെന്ന് തലയ്ക്കകത്ത് വേദന വരും, പെട്ടെന്ന് ഛർദ്ദിക്കും. ഇത് കാണുമ്പോൾ എനിക്ക് സങ്കടവും വരും, ചമ്മലും ഉണ്ട്. കാരണം എന്നെക്കാട്ടിലും കുഞ്ഞു കുട്ടികളിരിക്കുന്ന അവരൊക്കെ ഛർദ്ദിക്കാതിരിക്കും, ഇത്രയും വലിയ ഞാൻ ഛർദ്ദിക്കുന്ന കാണുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം വരും. ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് 4ാമത്തെ പുതുക്കലോടുകൂടി എൻ്റെ ആ രോഗം പൂർണ്ണമായിട്ടും മാറി. കാരണം ആദ്യ നാളിൽ ഇവിടെ വരുമ്പോഴത്തേക്ക് ഞാൻ ഉളിയ കഴിച്ചിട്ടാണ് വരുന്നത്. ആ ഉളിയ കഴിക്കുന്നവർക്കറിയാം അതിൻ്റെ പ്രയാസം. ഞാൻ ഇവിടെ വന്ന് അങ്ങ് ഉറക്കം തൂങ്ങും. കൊച്ചെന്നെ എപ്പോഴും വഴക്ക് പറയും. കാരണം ഞങ്ങൾ ആ ഏറ്റവും പുറയിൽ ഇങ്ങനെ ഇരിക്കുമ്പോഴേ ഈ ഉറക്കം തൂങ്ങുമ്പോൾ എന്നോട് പറയും, മമ്മി ഉറങ്ങാൻ വേണ്ടിയാണോ ഇങ്ങോട്ട് വരുന്നതെന്ന് ചോദിക്കും. ഞാൻ പറയും, മോനെ എനിക്ക് വയ്യ, ഞാൻ ഉറങ്ങുന്നു, മനഃപൂർവ്വം ഉറങ്ങുന്നതല്ല, ഈ ഉളിയ കഴിച്ച് നമ്മുടെ ശരീരം തളർന്നു പോകും. അതെനിക്ക് മാതാവ് പൂർണ്ണമായിട്ട് മാറ്റിത്തന്നു. ഇന്ന് ഞാൻ വരുന്നുണ്ടെങ്കിൽ ഒരു ഉളിയ പോലും കഴിക്കേണ്ട ആവശ്യം എനിക്കില്ല, എത്ര ദൂരെ പോയാലും ഛർദ്ദിക്കത്തില്ല. അതുപോലെ ഒത്തിരി അനുഗ്രഹങ്ങൾ ചെറുതും വലുതുമായിട്ട് മാതാവ് ഞങ്ങൾക്ക് തന്നു. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. മാതാവ് 1000 നന്ദി. കാരുണ്യ പ്രവൃത്തികളും പ്രേക്ഷിത പ്രവർത്തനങ്ങളും ഞാൻ ആദ്യമൊക്കെ പള്ളികളിൽ കൊണ്ടുപോയി പത്രം കൊടുക്കുമായിരുന്നു. അപ്പോഴത്തേക്ക് എനിക്ക് തോന്നി പള്ളികളിൽ കൊടുത്താൽ ആരും അത്ര സ്വീകരിക്കത്തില്ല, എല്ലാവരും വാങ്ങിച്ചിട്ട് അവിടെ ഇവിടെയൊക്കെ വെക്കുന്നത് ഞാൻ കണ്ടു. പിന്നെ ഞാനത് പൂർണ്ണമായിട്ടും നിർത്തിയിട്ട് ഞാൻ ഇവിടുന്ന് പോയി 2 ദിവസമോ അല്ല അന്ന് തന്നെ നേരം ഉണ്ടെങ്കിൽ ഞാൻ നേരെ ഗവൺമെൻറ് ആശുപത്രികളിൽ പോവും. അവിടെ പോയി രോഗികളുമായിട്ട് കുറേ നേരം സംസാരിച്ച് കൃപാസനം പത്രം അവരോട് ചോദിച്ച് അവർക്ക് കൊടുക്കും. വായിക്കാവോ എന്ന് ചോദിക്കും. വായിക്കാൻ അറിയാൻ മേലാത്തവർക്കാണെങ്കിൽ അതിനകത്തെ കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞു കൊടുക്കും. എല്ലാവരും സന്തോഷത്തോടു കൂടി വാങ്ങിച്ച് ഒത്തിരി അനുഗ്രഹം. പിന്നെ ചിലർക്കൊക്കെ പൊതിച്ചോറുകളും ആഹാരമൊക്കെ കൊടുക്കാറുണ്ട്. അങ്ങനെ പത്രം ഞാൻ കൂടുതലും ആശുപത്രികളിലാണ് കൊണ്ടുപോയി കൊടുക്കുക. അങ്ങനെ ഒത്തിരി കാരുണ്യ പ്രവൃത്തികളുമൊക്കെ എന്നെ കൊണ്ടാവുന്ന രീതിയിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. മാതാവ് ചെറുതും വലുതുമായിട്ടുള്ള ഒത്തിരി അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് തന്ന് അനുഗ്രഹിച്ചു. മത്തായി 24:42 നിങ്ങളുടെ കർത്താവ് ഏതു ദിവസം വരുമെന്ന് അറിയാത്തത് കൊണ്ട് നിങ്ങൾ ജാഗരൂകരായിരിക്കുവിൻ. പ്രിൻസ് എന്ന ഈ മകൻ തൻ്റെ UK-യിലുള്ള NHS-ൽ ജോലി ലഭിക്കുന്നതിന് വേണ്ടിയുള്ള നിയോഗം അമ്മ മാതാവ് എങ്ങനെ സാധിച്ചു കൊടുത്തുവെന്ന് സന്തോഷത്തോടെ ഈ എഴുത്താരയിൽ സാക്ഷ്യപ്പെടുത്തുകയാണ്. മകൻ്റെ സാക്ഷ്യത്തിൻ്റെ പ്രത്യേകത, ഒന്ന് സമയമൊട്ടുമില്ല, വിസ തീരാറായി. 2 വലിയ തോതിലുള്ള പണമാണ് ചോദിക്കുന്നത്. 10-25 ലക്ഷം രൂപ കൊടുത്താലേ അവിടെ എങ്ങനെയെങ്കിലും പിടിച്ചു നിൽക്കുവാൻ പറ്റുന്ന സാഹചര്യങ്ങൾ തുറന്നു കിട്ടുകയുള്ളൂ. അതുകൊണ്ട് ആകെ ജീവിതം കൈവിട്ട് നിൽക്കുന്ന സമയത്താണ് കൃപാസന മാതാവിൻ്റെ നേർച്ചവസ്തുക്കൾ ഉപയോഗിച്ചും കാശുരൂപം ചേർത്ത് പിടിച്ചും അമ്മയിൽ ശരണപ്പെട്ടുകൊണ്ട് നിരന്തരം പ്രാർത്ഥിക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് മകനൊരു പതർച്ച വരുന്നുണ്ടെങ്കിൽ കൂടിയും അവൻ്റെ ആ ആത്മീയതയുടെ പ്രാർത്ഥനയുടെ ചരടൊരിക്കലും പൊട്ടിപ്പോകുന്നില്ല. അവൻ തൻ്റെ അമ്മയോട് ചോദിച്ച്, അമ്മയാണ് ശരിക്കും മകന് ഒരു ആത്മീയ ബലമായി കൂടെ നിൽക്കുന്നത് മുഴുവനും. എപ്പോഴൊക്കെ ആദി വരുന്നുവോ, പ്രതീക്ഷകളില്ലാതെ നെഗറ്റീവ് മാത്രം കേൾക്കുന്നുവോ, അപ്പോഴൊക്കെയും അമ്മയെ വിളിച്ച് പറയുമ്പോൾ അമ്മ കൃപാസന മാതാവിൽ ശരണപ്പെടുവാനും ഉറച്ചു നിന്ന് പ്രാർത്ഥിക്കുവാനും മകനെ ധൈര്യപ്പെടുത്തുകയും മകൻ സൂചിപ്പിച്ചു, അസാധ്യമെന്ന് കരുതിയതാണ് മകന് ലഭിച്ചതെല്ലാം. 6 മണിക്കൂർ കൊണ്ട് COS കിട്ടുന്നു. 20 ലക്ഷം രൂപ ചോദിച്ച കാര്യം 1 രൂപ കൊടുക്കാതെ മകന് അത് അനുവദിച്ച് കിട്ടുന്നു. 24 മണിക്കൂർ കൊണ്ട് ഏതാണ്ട് 1 മാസമെങ്കിലും എടുക്കുന്ന വിസ മകന് അടിച്ച് കയ്യിൽ കിട്ടുന്നു. 2 കാര്യത്തെയും അവൻ പറയുന്നുണ്ട്, ഇതൊന്നും എൻ്റെ പ്രാപ്തി കൊണ്ടല്ല, ആരെങ്കിലും എനിക്ക് വേണ്ടി എവിടെയെങ്കിലും സ്വാധീനിച്ചത് കൊണ്ടുമല്ല, മറിച്ച് സഞ്ചാരി മാതാവ്, സമയച്ചുരുക്കത്തിൻ്റെ അമ്മയോടുള്ള വിശ്വസ്തമായ ജീവിതത്തെ കണ്ടുകൊണ്ട് ആപത്ത് സമയത്ത് എൻ്റെ മെറിറ്റ് മുഴുവനും, വിദേശത്തുള്ള എൻ്റെ വാസത്തിനുള്ള സാഹചര്യങ്ങൾ മുഴുവനും, എൻ്റെ കുടുംബത്തിൻ്റെ സാമ്പത്തികമായ സാഹചര്യങ്ങൾ ഏറെ ദോഷകരമായി നിൽക്കുന്ന സാഹചര്യത്തിൽ എനിക്ക് വേണ്ടി മാത്രം അമ്മ ഇടപെട്ടുകൊണ്ട് ഓരോ കാര്യവും ക്രമീകരിച്ച് തന്നതാണ്. ആ പല NHS-ൽ അവൻ ആപ്ലിക്കേഷൻ കൊടുത്തുകൊണ്ട് ഏതെങ്കിലും ഒന്ന് ലഭിക്കുവാൻ വേണ്ടി കാത്തിരിക്കുമ്പോഴും ആ സമയങ്ങളിലൊക്കെയും അമ്മയാണ് മോനോട് പറയുന്നത്, നീ ഇന്നിടത്ത് സ്ഥിരതയോടെ നിൽക്കുക, അത് നീ കൃത്യമായി ഫോളോ ചെയ്യുക, നിനക്കുള്ള അനുഗ്രഹം അവിടുന്ന് വരുന്നുണ്ടെന്ന്. ഇത് ഉടമ്പടി എടുക്കുന്നവർക്ക് ഹൃദയത്തിൽ ലഭിക്കേണ്ട ഒരു പ്രത്യാശയാണ്. പ്രിയമുള്ളൊരു ഉടമ്പടി നമ്മൾ എടുക്കുമ്പോൾ വെറുതെ എന്തിനെങ്കിലും വേണ്ടി നമ്മൾ എടുത്തു പോകുന്നതല്ല, എന്തെങ്കിലും പ്രാർത്ഥിച്ച് നമ്മൾ പോകേണ്ടവരുമല്ല, മറിച്ച് ക്ലാരിറ്റിയിൽ
അമ്മ മാതാവിനോടുള്ള ബന്ധത്തിൽ ജീവിത വിഷയങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കുകയും അവസാന മണിക്കൂർ വരെയും എല്ലാ കാര്യങ്ങളും നമുക്കെതിരാണെങ്കിലും ആ നിമിഷത്തിലും അമ്മ മാതാവിനോട് കറയറ്റ വിശ്വാസത്തോടും പൂർണ്ണമായ ശരണത്തോടും കൂടി ഒരു നിമിഷം മതി നിനക്ക് ഈ ജീവിത വിഷയങ്ങൾ ഏറ്റെടുത്ത് അനുഗ്രഹിച്ചു തരുവാനെന്ന പ്രത്യാശയോടുകൂടി പ്രാർത്ഥിക്കുവാനാവണം. കാരണം യോഹന്നാൻ 2:5 നമ്മൾ കാണുന്നത് അതല്ലേ, ഒരു വീട്ടിലെ വീഞ്ഞ് മുഴുവനും തീർന്നുപോയി. ഒരു വീഞ്ഞ് രൂപീകരിച്ചെടുക്കുന്നതിന് നമുക്കറിയാം 1 മാസം 2 മാസം 1 വർഷമൊക്കെ ഓരോന്നും ക്വാളിറ്റി അനുസരിച്ച് കാലം വേണ്ടതാണ്. പക്ഷേ അവിടെ കലവറക്കാരൻ പറയുന്നുണ്ടല്ലോ, ഇത്ര നാളും ഏറ്റവും മുന്തിയ തരം നീ എവിടെയാ സൂക്ഷിച്ചേ? ഈശോയ്ക്ക് ഒരു നിമിഷം മതിയായിരുന്നു ആ തീർന്നുപോയത് മുഴുവനും ആ കൽഭരണികളിൽ വെറും വെള്ളം നിറച്ചത് ഏറ്റവും മാധുര്യമേറിയ ഏറ്റവും ഗുണമുള്ള വീഞ്ഞായി പകർത്തി കൊടുക്കുവാനായിട്ട്. ഈശോയ്ക്ക് അത്രയേ ഉള്ളൂ. നമ്മൾ ഈശോയോട് അവസാന നിമിഷം വരെയും അചഞ്ചലരായി ജീവിത പ്രശ്നങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കുമെങ്കിൽ നമുക്ക് സാഹചര്യങ്ങളെല്ലാം എതിരാണെങ്കിലും നമുക്ക് വേണ്ടി പുതിയ പ്രകാശവും നമുക്ക് വേണ്ടി പുതിയ ജീവിത വിഷയങ്ങളും ജീവിതത്തിൻ്റെ അനുഗ്രഹങ്ങളും അമ്മയിലൂടെ ഈശോ നൽകുന്നത് അനുഭവിക്കുവാനാകും. അതിൻ്റെ സാക്ഷ്യമാണ് ഈ മകൻ പറയുന്നത്. കാരണം തിരികെ പോരേണ്ട രീതിയിൽ കാര്യങ്ങളെത്തി. അവിടെ റെസിഗ്നേഷൻ കൊടുത്തിട്ട് ഇനി നാട്ടിൽ നിന്ന് എന്തെങ്കിലും നോക്കേണ്ട ഒരു സാഹചര്യമെത്തി. 10-25 ലക്ഷം രൂപ പെട്ടെന്ന് എടുക്കുവാനാവാത്ത സാഹചര്യമെത്തി. എല്ലാം നെഗറ്റീവ്സ് മാത്രമാണ്. താൻ ഇത്ര ദൂരം സഞ്ചരിച്ച് പഠിച്ച് ക്വാളിഫൈഡായി അവിടെ ഇനി ജോലി കിട്ടി ഭാവി സുരക്ഷിതമാകുമെന്ന് കരുതിയെടുത്ത് നിന്ന് എല്ലാം തറപറ്റിക്കൊണ്ട് തിരികെ പോരേണ്ടി വരുമെന്ന് കരുതുന്ന സമയത്തും മനസ്സിൽ സംശയിക്കാതെ നിയോഗത്തിൽ സംശയിക്കാതെ അമ്മയുടെ കരങ്ങളിൽ കൊടുക്കുന്ന പ്രാർത്ഥന അത് പാഴായിപ്പോവില്ല എന്ന ഉറപ്പോടുകൂടി ആ മണിക്കൂറുകളിൽ മകൻ നടത്തുന്ന ശാന്തതയുള്ള സംയമനമുള്ള അചഞ്ചലമായ ദൈവശരണത്തിൻ്റെ അടയാളമാണ് 6 മണിക്കൂർ കൊണ്ട് അവന് COSും 24 മണിക്കൂർ കൊണ്ട് അവന് വിസയും ലഭിച്ച് അവൻ്റെ ജീവിതം അവൻ്റെ ഭാവി സുരക്ഷിതമായെന്ന് ഈ അൾത്താരയിൽ പങ്കുവെക്കുന്നത്. അതിനോട് ചേർത്ത് തന്നെയാണ് അമ്മയുടെ മറ്റ് രോഗസൗഖ്യങ്ങളെയും ജീവിതത്തിൽ ലഭിച്ച നന്മകളെയും പറയുന്നത്. പ്രിയമുള്ളവരെ, ഉടമ്പടി എപ്പോഴും അവസാന നിമിഷം വരെയും ജാഗരൂകതയോടുകൂടി ദൈവിക ഇടപെടലിന് വേണ്ടി കാത്തിരിക്കുവാൻ നമ്മോട് ആവശ്യപ്പെടുകയാണ്. അവസാനം വരെ ക്ഷമയോടെ പിടിച്ചു നിൽക്കുന്നവൻ, പ്രാർത്ഥിച്ച് ദൈവത്തിന് ശരണപ്പെടുന്നവൻ അനുഗ്രഹം പ്രാപിച്ചു മാത്രമേ മടങ്ങുകയുള്ളൂ. അമ്മ നമ്മളെ കൈവിടില്ല. ഈശോയ്ക്ക് ചേർത്ത് പിടിച്ച് അനുഗ്രഹത്തിൻ്റെ വഴികൾ ഉറപ്പായും നമുക്ക് വേണ്ടി അമ്മ തുറന്നു തരും. നാം ശുദ്ധീകരിക്കപ്പെടേണ്ട ആ സമയം മാത്രമേ ഉള്ളൂ. അത് ശുദ്ധീകരിച്ച് ദൈവത്തിന് മുമ്പിൽ നമ്മൾ ക്ലിയർ ആയാൽ നമ്മുടെ ജീവിത വിഷയങ്ങൾക്ക് ഉത്തരവും പരിഹാരവുമുണ്ട്. അതുകൊണ്ട് ഉടമ്പടി എടുത്ത നമ്മൾ ഓർക്കണമേ, ഒരാഴ്ചയേ ഉള്ളൂ, 1 മാസമേ ഉള്ളൂ, പിന്തിരിയുവാനുള്ളതല്ല. കൂടുതൽ ശരണപ്പെട്ട് അമ്മയിൽ ആശ്രയിക്കുവാൻ വേണ്ടി ഈ മകൻ്റെ സാക്ഷ്യം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. മകന് സമയച്ചുരുക്കത്തിൽ ഇത്ര വലിയ അനുഗ്രഹങ്ങൾ അമ്മ നൽകിയതിന് അമ്മ മാതാവിനും ഈശോയ്ക്കും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.